വെൽക്കം ടു വിദാസ ഹോംസ്. വിദാസ ഹോംസിൻ്റെ 4 ബെഡ്റൂം അറ്റാച്ച് വാഷ്റൂമോട് കൂടിയ ബ്യൂട്ടിഫുൾ ഹൗസാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ അമേസിങ് നൈറ്റ് വ്യൂസാണ് ഈ കാണുന്നത്. നല്ല ജിപ്സം വർക്ക്സൊക്കെ ചെയ്ത് ഇൻറ്റീരിയലൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് മുറ്റത്ത് ടൈൽസൊക്കെ പാകി ഇട്ടിരിക്കുന്ന ഈ വീടിനകത്തേക്ക് നമ്മളൊന്ന് കയറാം. ഫസ്റ്റ് ഫ്ലോർ ഫുൾ ബെഡ്റൂംസും കിച്ചണും നമ്മുടെ ഹോൾ ഡൈനിങ് എല്ലാ ഏരിയയും നല്ലതായിട്ട് ജിപ്സം വർക്ക്സിൻ്റെ ഒരു ലാവിഷ്നെസ് കാണാം. അതുപോലെ ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണും അത്യാവശ്യം നല്ലൊരു കൗണ്ടറൊക്കെ കൂടി ലൈറ്റൊക്കെ വെച്ച് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വാഷ് ബേസിൻ ഏരിയ, കിച്ചൺ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സ് എല്ലാം ഫിനിഷ് ചെയ്ത് ടൈൽസൊക്കെ പാകി സെറ്റാക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ അതിനോട് ചേർന്ന് നമ്മുടെ വർക്ക് ഏരിയ, അതിലും നല്ലൊരു ടേബിളും ചിമ്മിനി അടുപ്പുമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഡോറ് തുറന്നാൽ നമ്മുടെ അലക്കുകല്ല് കാണാം. ഇനി നമുക്ക് ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം കാണാം. നല്ല ജിപ്സം വർക്കൊക്കെ ചെയ്ത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദ സ്വിച്ചസ്, ബ്ലാക്ക് എലഗൻറ്റ് സ്വിച്ചസ്, നല്ല ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഇതിൻ്റെ ഫുൾ കേബിളിങ്ങിനും സ്വിച്ചിനും എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. പ്ലംബിംഗ് എമ്യൂണിറ്റീസും അതുപോലെ ടോപ്പ് ആൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ കാര്യങ്ങളിലെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ എലഗൻസ് ഈ വീട്ടിൽ വുഡ് പാനലിംഗ് ചെയ്ത സ്റ്റെയർ കേസിലാവട്ടെ, ലൈറ്റിങ്ങിലും ജിപ്സിൻ്റെ ഇൻറ്റീരിയൽ വർക്ക്സിലും എല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. വുഡ് പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സ്റ്റെയർ സ്പേസാണ്. ഇതിൻ്റെ അടിയിൽ അത്യാവശ്യം ഒരു സ്റ്റഡി റൂം സെറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നല്ലതായിട്ട് വെളിച്ചവും വായുവൊക്കെ കയറാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റൂമിൽ എപ്പോഴും നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു റിച്ച്നെസ് നല്ലതായിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ഡോർസാണ് കാണുന്നത്. അതിൽ ഒന്നൊരു ബാൽക്കണി ഡോറാണ് വിത്ത് എ ടെറസ്. അത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എലിവേഷൻ്റെ ടോപ്പിലായിട്ട് വരും. അവിടെ നിന്നുള്ള താഴേക്കുള്ള വ്യൂ നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള വ്യൂ ആണ്. നമ്മുടെ ടൈൽസ് വിരിച്ചിട്ടുള്ള മുറ്റമൊക്കെ മനോഹരമായിട്ട് കാണാം. അത്യാവശ്യം ഒരു 3 വണ്ടി ലാവിഷായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പ്ലംബിംഗ് എമ്യൂണിറ്റീസൊക്കെ ടോപ്പ് ആൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങിയാൽ നമുക്കൊരു കോർണർ സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ ഒരു വാഷിംഗ് മെഷീനോ വാഷ് ബേസിനോ കണക്ട് ചെയ്യാനുള്ള ഇൻ ആൻഡ് ഔട്ട് പൈപ്പ് കണക്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് സെക്കൻഡ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇത് ഡബിൾ ഹൈറ്റാണ്. ഇത് ഫ്രണ്ട് എലിവേഷനിൽ നിന്ന് നമുക്കിതിൻ്റെ ഒരു പ്രൊജക്ഷൻ കാണാനും പറ്റും. സെക്കൻഡ് ഫ്ലോറിലെ അടുത്ത ടെറസ്, ഇവിടെ നിന്നാണ് നമുക്ക് ടോപ്പിലേക്ക് പോകാനുള്ള ജിയുടെ ഒരു ലാഡർ വെച്ചിരിക്കുന്നത്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ടാങ്കൊക്കെ ഇരിക്കുന്ന ഏറ്റവും ടോപ്പിൽ ചെല്ലാം. അവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാലും നല്ല വ്യൂ ആണ്. പാർക്കിംഗ് സ്പേസ് കണ്ടോ, ധാരാളമായിട്ട് ടൈൽസൊക്കെ ഇട്ടിട്ട്. ഇനി നമുക്ക് വീടിന് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് വരാം. നല്ലൊരു കിണർ, അതുപോലെ നമ്മുടെ വർക്ക് ഏരിയയുടെ ഡോർ ഈ ഭാഗത്താണ് വരുന്നത്. അലക്കുകല്ല്, ചുറ്റും കോമ്പൗണ്ട് വളൊക്കെ കെട്ടി മുറ്റമൊക്കെ ടൈൽസൊക്കെ വിരിച്ച് ഈ മനോഹരമായ വീട്ടിലേക്ക് വരാനുള്ള വഴിയൊന്ന് പരിചയപ്പെടാം. അതായത് മാവേലിക്കര കുറ്റിത്തിരു റോഡ്. ഈ റോഡെന്ന് പറഞ്ഞാൽ മാവേലിക്കരയിൽ നിന്ന് കുറ്റിത്തിരിവ് പോകുന്ന റോഡ്. കുറച്ചും കൂടെ എളുപ്പമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലിക്കര കോടതി ജംഗ്ഷനിൽ നിന്ന് കോർട്ട് റോഡിൽ നിന്ന് ഒലക്കെട്ടി റോഡിലോട്ട് വരുന്ന വഴിക്ക് ഈ കാണുന്നത് ഖാദി ബോർഡിൻ്റെ ബിൽഡിംഗ് ആണ്. ഇതൊരു വലിയ ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ ജസ്റ്റ് പുറകിലോട്ട് ഒരു 70 മീറ്റർ ബിൽഡിങ്ങിൻ്റെ അവസാനത്തെത്തുമ്പോൾ തന്നെ നമ്മുടെ വീട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. വിളിക്കേണ്ട നമ്പർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ലോൺ പോസിബിളാണ്. എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് അത് പോസിബിളാണ്. ഇതിൻ്റെ നൈറ്റ് വ്യൂസൊക്കെ അമേസിംഗ് ആണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് കോൾ ഫോർ us for more details.